വളരെ ശാസ്ത്രീയമായി കപ്പ കൃഷി എങ്ങനെ ചെയ്യാം, ഏറ്റവും കൂടുതൽ വിളവ് എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ ഇതുപോലെ ഒരു ചാല് കീറുക. ചാല് കീറിയതിന് ശേഷം വളമായി ഇതിൽ ഇടുക. ഒരു മൂട് കപ്പയ്ക്ക് ഒരു കൊട്ട ചാണകം എന്ന രൂപത്തിലാണ് ഇടേണ്ടത്. ഇതുപോലെ ഇട്ടതിന് ശേഷം പുല്ല് കംപ്ലീറ്റ് ചെത്തിക്കൂട്ടുക. ചെത്തിക്കൂട്ടിയിട്ട് മണ്ണ് കംപ്ലീറ്റ് പഴയ പോലെ നമ്മുടെ എങ്ങനെയാണ് കപ്പയ്ക്ക് തടം കൂട്ടുന്നത് അതേപോലെ അതിൻ്റെ മേലെ മണ്ണ് വീഴ്ത്തുക. ഞാൻ ഇതുപോലെ ചാല് കീറി കുറച്ച് ഭാഗം മണ്ണ് വീഴ്ത്തി അതിലേക്ക് കപ്പ നടുകയാണ്. കപ്പ നടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നേരെ കുത്തരുത്, ഒന്ന് ചെരിച്ച് കുത്തുക. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ ഒരു പ്ലാവിൻ്റെ ഇല കൊമ്പിൾ കുത്തിയിട്ട് ഇതിനെ മേലെ വെക്കുക. നിങ്ങൾ കപ്പ കൃഷി ചെയ്യേണ്ടത് മാർച്ച് മാസത്തിലാണ്. മാർച്ച് മാസത്തിൽ കൃഷി ചെയ്തിട്ട് അത് നനച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് കിട്ടും കപ്പ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്പെൻസും കുറയും, ചിലവും കുറയും. കാരണം ഈ വേനലിൽ നിങ്ങൾ ചെറിയ തോതിൽ നനച്ച് കൊണ്ടുവന്നാൽ മതി. ഇതാണ് കപ്പ കൃഷി. കപ്പ തന്നെ പലതരമുണ്ട്. ആമക്കാടൻ, സിലോൺ, അത് മഞ്ഞക്കപ്പ, അതുപോലെ തന്നെ പടക്കപ്പ, പലതരം കപ്പകളുണ്ട്. ഞാൻ ഇപ്പോൾ നട്ടത് പിന്നെ പടക്കപ്പ എന്ന് പറഞ്ഞ കപ്പയാണ്. അതിൻ്റെ പ്രത്യേകത ഇതിന് എന്തെങ്കിലും ഒരു ചാരി നിൽക്കാൻ എന്തെങ്കിലും മരോ അല്ലെങ്കിൽ വേറെ ഒരു ചുമരോ എന്തെങ്കിലും വേണം. പടർന്ന് പന്തലിക്കും, നല്ല കായ ഉണ്ടാവും, കൂടുതൽ ഗ്രോത്ത് കിട്ടും. ഇത് നമുക്ക് ആവശ്യാനുസരണം അതിൻ്റെ കിഴങ്ങ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് എടുക്കാം. കംപ്ലീറ്റ് പറിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കുഴിച്ചിട്ടാൽ മതി, ഒരു 2-3 വർഷത്തേക്ക് അതുണ്ടാവും. അപ്പോൾ ഇതാണ് ശാസ്ത്രീയമായ രീതി. നല്ല വിളവ് ലഭിക്കും. അടിവളം നിർബന്ധമാണ് കപ്പക്ക്. അല്ലാതെ വെറുതെ മണ്ണ് കൂന കൂട്ടിയിട്ട് അതിൽ കമ്പ് നാട്ടിയിട്ട് കാര്യമില്ല. കമ്പ് എടുക്കുമ്പോൾ നിങ്ങൾ പുതിയത് എടുക്കണം, നല്ല വണ്ണമുള്ള എടുക്കണം. അതുപോലെ തന്നെ ഒരു 10 സെൻറ്റിമീറ്ററെങ്കിലും നീളം വേണം. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കമ്പ് എടുക്കുമ്പോൾ കമ്പ് ഉണങ്ങാൻ പാടില്ല, പുതിയ കമ്പാവണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ഥലത്ത് 3 വർഷം തോറും കപ്പ നടാൻ പാടില്ല. ഇക്കൊല്ലം കപ്പയാണെങ്കിൽ അടുത്തൊല്ലം വാഴ, അങ്ങനെ മാറി ചെയ്യണം. എന്തെങ്കിലും വിളവ് കൂടുകയുള്ളൂ. അതുപോലെ തന്നെ മണ്ണ് ചതിക്കില്ല, പക്ഷേ നിങ്ങളെ സുഹൃത്തുക്കൾ ചതിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മണ്ണിൽ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് വെറുതെ ആവുകയില്ല. മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്. കൃഷി നമ്മുടെ നിലനിൽപ്പാണ്. അതുണ്ടെങ്കിലേ നിലനിൽക്കുകയുള്ളൂ. കപ്പ ഏറ്റവും കൂടുതൽ നമുക്ക് ശരീരത്തിന് എനർജി കിട്ടുന്നത് മണ്ണിൻ്റെ അടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നത്. ഉസൈൻ ബോൾട്ട് പോലത്തെ ഓട്ടക്കാർ കിഴങ്ങ് വർഗ്ഗങ്ങളായിരുന്നു കഴിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കപ്പ നിങ്ങൾ ഒരു 50 മൂട് കപ്പ നിങ്ങൾ നട്ടാൽ മതി. ഒരു വീട്ടിലേക്കുള്ള കപ്പ നിങ്ങൾക്ക് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം. അതുകൊണ്ട് ഇപ്പോൾ അരിയുടെ വില തന്നെയാണ് കപ്പക്കും. ഇതാണ് ഇതിൻ്റെ വീഡിയോ. നമ്മുടെ ഫാമിലുള്ള വളമാണെങ്കിൽ ഒരു 5 മൂടിന് ഒരു ചാക്ക് എന്ന രൂപത്തിലാണ്. നേരെ മറിച്ച് നമ്മുടെ തമിഴ്നാടിൽ നിന്ന് വരുന്ന KG വളമാണെങ്കിൽ 10 മൂടിന് ഒരു ചാക്ക് എന്ന രൂപത്തിലാണ് നിങ്ങൾ വളം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു 5-6 മാസം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമ്മൾ വളം ചെയ്ത് കപ്പ നട്ട് കഴിഞ്ഞതിന് ശേഷം 5-6 മാസം കഴിഞ്ഞതിന് ശേഷം യൂറിയും പൊട്ടാസ്യം നിങ്ങൾ ഒരു 200 ഗ്രാം തോതിൽ നിങ്ങൾ കപ്പൻ്റെ മുരട്ടിൽ ഇട്ടുകൊണ്ട് പുല്ല് കംപ്ലീറ്റ് ചെത്തിക്കോരി നിങ്ങൾ മൂടണം. എന്നെങ്കിലേ അത് കപ്പയ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ കപ്പയിൽ ശ്രദ്ധിക്കേണ്ടത് പന്നിശല്യമാണ്. അതിന് നിങ്ങൾ സോളാർ വേലി വെക്കണം, എന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പെരിച്ചായുടെ ശല്യമുണ്ടാവും, അതിനും നിങ്ങൾ മാർഗം കണ്ടെത്തണം. ഈ 2 മേഖലയിലൂടെയാണ് നിങ്ങൾക്ക് കപ്പ നഷ്ടപ്പെടുന്നത്, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.